ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കേൾത്തിട്ട് ചങ്ങനാശ്ശേരി എന്ന് നമ്മുടെ ചാനൽ തുടങ്ങുന്നത് ഒരു മാസം ആറായപ്പോൾ തന്നെ നമുക്ക് 1080 സബ്സ്ക്രൈബേഴ്സോളമായി. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഷോർട്ട്സ് ചെയ്യുന്നതിന് അത്യാവശ്യം വ്യൂസാണ്. അപ്പം സപ്പോർട്ടിന് നന്ദി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു ഗീവ് വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് സ്പോൺസറുണ്ട്. ചെറിയൊരു ഗീവ് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് ഒരു ഐഡിയ. അപ്പോൾ സംഭവം എത്രയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഇടുന്ന വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നതിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്കൊരു സമ്മാനം കൊടുക്കുക. അതാണ് ഉദ്ദേശം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇതിപ്പോൾ നമ്മൾ 3 ദിവസമായി ഇടുന്നുണ്ട്. ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. 3ലും നിന്നും ഓരോ വിജയം, 3 പേരിൽ നിന്നും ഓരോ വിജയം കമൻറ്റ് ചെയ്യുന്നവർ അതിൻ്റെ കമൻറ്റ് എന്ത് കമൻറ്റ് വേണമെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാം. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അയാൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ്. 3ൽ നിന്നും ഓരോ വിജയം. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു വിജയം, ഫേസ്ബുക്കിൽ നിന്നൊരു വിജയം, യൂട്യൂബിൽ നിന്നൊരു വിജയം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണെന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മളെല്ലാം സ്ഥിരം പാറ്റേൺ തന്നെ. അപ്പം ഒരാൾക്ക് എത്ര കമൻറ്റ് വേണം, ആവശ്യത്തിന് കമൻറ്റ് ഇട്ടു. ഒരു 10, 20, 30 ആവശ്യത്തിന് കമൻറ്റ് ഇട്ടു. അതിൽ എത്ര കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഒരു വിജയം നമ്മൾ സെലക്ട് ചെയ്യും. അവർക്ക് ഒരു സമ്മാനം അവരുടെ കൈകളിൽ എത്തിക്കാനുള്ളൊരു വകുപ്പാണ്. അത് ഒരാൾ ചെയ്യാമെന്ന് പറഞ്ഞു, ഒരാൾ ചെയ്താന്ന് പറഞ്ഞു, ഒരാൾ നമ്മുടെ കയ്യിലൊരു അവരൊരു ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചു. ഒരു സ്പോൺസർ പോലെ നമ്മുടെ ചാനലിൽ സ്പോൺസറായിട്ട് ഇത്ര ആദ്യമേ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മുടെ ചാനലിനും പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾക്കും ഈ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നതിനൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്തു. നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു 10, നേരത്തെ നമ്മൾ 5 പേർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഒരു 10 പേർക്ക് നമുക്ക് ഊണ് കൊടുക്കാൻ പറ്റി. ചോറ് മേടിച്ച് 10 പേർക്ക് കൊടുക്കാൻ പറ്റി. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അത് നമ്മൾ അല്പത്തരമായി പോകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരെ ആഹാരം കൊടുക്കുന്നതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുക. എന്നുവെച്ചാൽ അത് നമ്മൾ എന്താ പറയുക, അല്പത്തരം എന്ന് പറയുക. നമ്മൾ ഒരാൾക്കൊരു ആഹാരം കൊടുത്തിട്ട് അത് നമ്മൾ വീഡിയോ ആക്കി അതിൽ റീച്ച് കൂട്ടുക എന്ന് പറഞ്ഞ് നമ്മളെ വീഡിയോ ഇട്ടാൽ റീച്ച് കിട്ടും. പക്ഷേ അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ പുള്ളിയും പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന പുള്ളിയും പറഞ്ഞു, പുള്ളിയുടെയും പേര് പറയുമ്പോൾ പുള്ളിയും പറഞ്ഞു അത് നമുക്ക് അതിന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കണ്ട. ഇല്ല, അപ്പോൾ ഞാൻ അടുത്ത് നമ്മളിനി കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഈ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി വരുന്ന വെള്ളിയാഴ്ച അടുത്ത 10 പേർക്ക് കൊടുക്കാൻ 10 പേർ നമ്മളിപ്പോൾ 10 ഊണ് വെച്ച് കൊടുക്കുന്നുള്ളൂ. 10 ഊണ് അത് 15 ആവും 20 ആവും. അതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹം പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ 10 ഊണ് കൊടുത്ത് എൻ്റെ കേട്ടോ, ഞങ്ങൾ 2 പേരും കൂടെ കൊടുത്താട്ടോ. ഞാൻ 5 പൊതി മേടിച്ചു, കുട്ടി 5 പൊതി, അങ്ങനെ കൊടുത്തു, 2ആയിട്ട് കൊടുത്തു. ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം നമുക്കൊരാൾ എന്താ പറയുക, ഒരു ഈ സ്റ്റേജിൽ നമ്മൾ ഈ ആരംഭഘട്ടത്തിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ആശയങ്ങൾ എവിടെയോ വിജയിച്ചു എന്നൊരു തോന്നലേ, അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ കൂടെ ഒരാൾ മുന്നോട്ട് വരിക, കൂടെ അതിന് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമില്ലാതെ അത് ഒരു 50 പൊതി ഊണ് മേടിച്ചിട്ട് 50 പേർക്ക് കൊണ്ടുപോയി 50 പേർക്ക് കൊടുക്കാൻ പറ്റില്ല. 20, 30 പൊതി നമ്മൾ വെറുതെ പോവില്ലേ, വേസ്റ്റായി പോവില്ലേ, ആഹാരമില്ലേ, നമ്മൾ വേസ്റ്റായി കളയുന്നത്. അപ്പം ആവശ്യക്കാർക്ക് പോവാം. അപ്പോൾ ഇത് തന്നെ. ഇപ്പം നമ്മളുടെ ഈ ആശയം ആൾക്കാരിലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞങ്ങൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അവിടെയും ചെയ്യാം. അവിടെ ചെയ്യുക, അവിടെ ഇതുപോലെ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. ഉച്ചക്കത്തെ ആഹാരം കൊടുക്കുക. ഉച്ചയ്ക്ക് ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. വിശന്നിരിക്കുമ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഇച്ചിരി ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി ഓരോരുത്തരും മുന്നിട്ടിറങ്ങുക. ഒരു പൊതിയെ മേടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഊണിന് 80 രൂപ ഒരു പാക്കറ്റ്, ഒരു പൊതി മേടിക്കുമ്പോൾ ഒരു പൊതി ഊണിന് 80 രൂപയ്ക്ക് ഒരാൾക്ക് മേടിച്ച് കൊടുക്കും. ഒരെണ്ണം മേടിച്ചാൽ അത് മതി. അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഇപ്പം ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിയെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മാക്സിമം ആൾക്കാരൊക്കെ കാണും നമ്മുടെ വീഡിയോ ഒക്കെ ഇടുന്നതിനൊക്കെ അതേപോലെ വ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇടുന്ന ചെറിയ ഷോർട്സ് ആയാലും വീഡിയോ എന്തൊക്കെയോ ഇടുന്നുണ്ട്. ഷോർട്സൊക്കെ ഒരു കണ്ടൻറ്റും ഇല്ല, ചുമ്മാ ഇടുക. പക്ഷെ എന്നാലും നമുക്കത് പോവും. ഇനിയിപ്പം ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബറായി 1000 സബ്സ്ക്രൈബറൊക്കെ 10-20 ദിവസം കൊണ്ട് 10 എത്തുമ്പോൾ നമ്മൾ 25-ാം തീയതി തുടങ്ങി ചാനൽ. ഇപ്പം എന്നായി 10-20 ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബർ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ നമ്മുടെ ആശയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇത്ര കട്ടോട് സപ്പോർട്ട് ചെയ്യുമ്പം അവർക്കൊരു താങ്ങായിട്ട്, മറ്റേ താങ്ങല്ല ഇപ്പോൾ നല്ലൊരു താങ്ങായിട്ട് ഒരു ചെറിയൊരു ഗീവക ഒരു പ്രോത്സാഹന സമ്മാനം പോലെ 3 വിജയ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന് അങ്ങനെ നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഒരു വിജയെ തിരഞ്ഞെടുക്കും. അയാൾക്ക് നമ്മൾ ഒരു സമ്മാനം കൊടുക്കും. അതാണ് ഇപ്പോൾ ഉദ്ദേശിച്ച് ചെയ്യുന്നത്. അപ്പം ഇതുവരെയുള്ള സപ്പോർട്ടുകൾ ഇനിയും കാണുക, ഇനിയും മുന്നോട്ട് വരിക. അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പയ്യെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും കാണുക, നമ്മളിടുന്ന വീഡിയോ വയ്ക്കുന്നത് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഈ വീഡിയോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാതെ നമ്മൾ ചുമ്മാ ഓടിച്ചിട്ട് കണ്ടിട്ട് നമ്മുടെ ആശയങ്ങളിലേക്ക് എത്തുക. ചുമ്മാ ഒരു വീഡിയോ കണ്ടു വ്യൂസ് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആശയങ്ങളും ഇതും എത്തണം. അതേ ഉള്ളൂ നമ്മളിത്. നമ്മുടെ കൈ കൊണ്ട് കാശ് തന്നത് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കോട്ടയത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ഉള്ളവരാണെങ്കിലും അവിടെയും ചെയ്യാം. 10 പേർക്ക് ഊണ് മേടിച്ച് കൊടുക്കുമോ എന്ത് വേണം ചെയ്യാം. ഇപ്പോൾ പൈസയായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആഹാരം മേടിച്ച് കൊടുക്കുക. ആഹാരം എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ മനുഷ്യൻ മതി എന്ന് പറയുന്നൊരു സാധനം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആഹാരം മേടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരാൾക്കൊരു 5000 രൂപ കൊടുത്തു, മതിയോ ഇനിയും വേണമെന്ന് ഉണ്ടെങ്കിൽ ഇനിയും തരാനേ പറയത്തുള്ളൂ. അംബാനിയോട് ചെന്ന് 1 ലക്ഷം രൂപ വേണമെന്നില്ല, ഉള്ളവരും തരാനേ പറയത്തുള്ളൂ, വേണ്ടെന്ന് പറയും. പക്ഷേ ആ സമയത്ത് നമ്മൾ ആഹാരമാണ് വയറിൽ കൊള്ളുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. ആഹാരം കഴിക്കുമ്പോൾ മനസ്സും നിറയും, നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹവും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ആഹാരങ്ങളൊക്കെ ആർക്കും ആഹാരം മേടിക്കും. കള്ള് മേടിച്ചു കൊടുക്കില്ല, സേർട്ട് മേടിച്ചു കൊടുക്കും, അങ്ങനെയുള്ളൊരു സാധനം മേടിക്കും. പക്ഷേ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും, ഞാൻ മേടിച്ചു കൊടുക്കും. എല്ലാവരും പറയും പിശുക്കനാണ് പറയുന്നത്, എന്നാലും കുഴപ്പമില്ല, ഞാൻ പിശുക്കനാണ്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു രീതിയും കാര്യം എന്നെ അറിയാവുന്നവർക്കറിയാം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും മേടിക്കില്ല. ഞാൻ കഴിക്കും, നല്ലപോലെ കഴിക്കും. ഞാനും കഴിക്കും, എൻ്റെ കൂടെ വരുന്നവർക്ക് ഞാൻ നല്ലപോലെ കഴിച്ചു കൊടുക്കും. മേടിച്ച് കൊടുത്തുകൊണ്ട് പറയുന്നാൽ നമ്മുടെ ആഹാരം എല്ലാവർക്കും നമ്മൾ മേടിച്ചു കൊടുക്കും, നല്ല രീതിയിൽ മേടിച്ചു കൊടുക്കും. അപ്പോൾ മുന്നോട്ട് പോവാം നല്ല രീതിയിൽ. ഇപ്പം മുന്നോട്ട് പോകാനൊക്കെ ഒരു എനർജി അത് എന്താ പറയുക, നമ്മൾ ഈ കാണുമ്പോൾ നേരത്തെ കുറച്ച് പപ്പ വെച്ച് സംസാരിച്ച് ഇപ്പം എന്താ പറയുക ഒരു എനർജിയായി. കാരണം നമ്മുടെ കൂടെ ആളുണ്ട്, നമ്മുടെ കൂടെ ഒരു കാര്യത്തിന് ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പം നമ്മുടെ കൂടെ ഇപ്പം 1000 പേര് മേളിലുണ്ട് നമ്മുടെ ഈ കൂടെ ഓരോ കാര്യത്തിന്. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കാശായിട്ട് സഹായിക്കുന്നില്ല, നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസും ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഇതിലേക്കുള്ള ഓരോ ഡൊണേഷനാണ്. അപ്പം നിങ്ങൾ ഇത് കാണുക, ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ ഷെയർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ ഒരു സംഭാവന വന്നു, അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു പുണ്യം കിട്ടും. എനിക്ക് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഒരു പുണ്യം കിട്ടും. എനിക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനും അതിൻ്റെ ഇടയിൽ വരും. നമുക്ക് അതിൻ്റെയൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ അനുഗ്രഹങ്ങളെന്ന് തന്നെ പറയാം. എൻ്റെ അമ്മ ഇത് തന്നെ കേട്ടോ. എൻ്റെ അമ്മ അതേപോലെ തന്നെ ആരെയും സഹായിക്കും. അത് തന്നെ അമ്മ എപ്പോഴും പറയും, എൻ്റെ ഗുണമോ അമ്മയുടെ ഗുണമോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് മനസ്സറിവ് ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ നമ്മൾ ഗതിയില്ല നടക്കുന്നത്. ഞാൻ മനസ്സറിവ് കൂടി ഇപ്പോൾ ഗതിയില്ല നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോവുക, രണ്ടും കൽപ്പിച്ച് പോവുക, എത്തുന്നിടത്തെത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ
ഞാൻ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടയ്ക്ക് കൂടെ ഒരാളുണ്ട്, നിങ്ങളുണ്ട്, 1000 പേര് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഇനിയും കൂടും, 1000, 2000, 3000 ഇങ്ങനെ കൂടി വരും. ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല ഈ യൂട്യൂബിലെ വലിയ ആൾക്കാരൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വ്യൂസും കൂട്ടിയത്. നമ്മളും പയ്യെ ആവും. പക്ഷെ ഇതൊരു വിജയമായി എന്നുള്ളത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു വിജയമാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ അവിടെ പുള്ളി എന്നെ വിളിച്ചു. ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ അറിയാവുന്ന ആൾ തന്നെയാണ്. യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ പുള്ളിയും ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനും പറഞ്ഞു തിരുവല്ല സൗഹൃദ ചാരിറ്റി ട്രസ്റ്റിൽ അതേപോലെ പുള്ളി പൈസ ഇട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി വളരെ നല്ലൊരു ആശയം, നമുക്ക് അവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്കങ്ങ് ചെയ്താലോ എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ കൂടെ കൂടി. മിക്കവാറും വെള്ളിയാഴ്ച നമ്മുടെ വേറെ ആളുടെ കാണും. അപ്പോൾ ഞങ്ങൾ 3 പേരാവും. ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യും. ഓരോന്നല്ല, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നപ്പം ഞാനൊരു ചെറിയൊരു മാടക്കട ഒരു പെട്ടി, നമ്മൾ ഈ തട്ടുകട പോലത്തെ പെട്ടിയില്ല, ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു അലമാരി പോലൊരു സെറ്റപ്പ് സ്ഥലത്ത് കണ്ടുവച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം പൈസയാവും. ഒരു 7000 രൂപ അവർ ചോദിക്കുന്നത്. വെച്ച് പഴയതാണ്, 7000 രൂപ ചോദിക്കുന്നത്. ഞാൻ പറയാം നീ ചോദിക്കുക, അവനോട് പറഞ്ഞു ചോദിക്കുക, നമുക്ക് ഇന്ന ആവശ്യമാണ് ഒന്നും പറ, നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. 3000 രൂപയ്ക്കാണ് എടുക്കാമെന്ന് പറഞ്ഞു. 3000 രൂപയ്ക്ക് കിട്ടിയാൽ ഞങ്ങൾ ആ സംഭവം എടുക്കും. എടുത്തിട്ട് നമ്മളൊരു ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി വലിയോളം എനിക്ക് അവിടെ എനിക്ക് ലോട്ടറി തട്ടുള്ള വലിയോളത്ത് മുടക്കുമ്പോഴൊക്കെ എനിക്ക് ലോട്ടറി കച്ചവടം. ആൾക്കാരൊക്കെ അതുവഴി പോകുമ്പോൾ തോപ്പിൽ ഫർണിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലഡാങ്കൊരു ലോട്ടറി തട്ടുണ്ട്. അതെൻ്റെയാണ്. ഞാനും വൈഫും കൂടെയാണ് വിൽക്കുന്നത്. ഞാൻ റോഡിൻ്റെ അപ്പുറ സൈഡിലേക്കും വൈഫ് ഇപ്പുറത്തെ സൈഡിലേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ലോട്ടറി വിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും അതുവഴിയൊക്കെ ഒന്ന് പാസ്സാക്കുന്ന ഇടയ്ക്കൊക്കെ ഒരു ലോട്ടറി എടുക്കാം. പ്രൈസൊന്നും കിട്ടത്തില്ല നമ്മുടെ ആൾക്കാർ, അത് വേറെ കാര്യം. പക്ഷേ അതിനുള്ള ലാഭത്തിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാം. അപ്പോൾ സ്ഥലം മറക്കണ്ട, വലിയോളത്തിനും മടക്കമൂടിനും ഇടയ്ക്ക് ഏറ്റവും വലിയ അടയാളം ഏത് സമയം പോലീസുകാർ ചെക്കിങ്ങിനെയാണ്. തോപ്പിൽ ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ മരമുണ്ട്. മരത്തിൻ്റെ താഴെ ഒരു ചെറിയൊരു ലോട്ടറി തട്ട്. അതിൻ്റെ ഇപ്പോൾ അച്ചുവമ്മു വീഡിയോ കാണുന്നവർക്കറിയാം, ഒരു പച്ചക്കറി കട കാണും എപ്പോഴും. എൻ്റെ ഏത് ലൈവ് ഇതിനകത്തൊക്കെ വരുമ്പോൾ ഒരു പച്ചക്കറി കട വരുന്നുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു തട്ട് അപ്പം അതുവഴിയൊക്കെ ആരെങ്കിലും പാസ് ചെയ്യുവാണെങ്കിൽ ഓരോ ലോട്ടറി എടുക്കുക. ഇനിയിപ്പം എൻ്റെ വാട്സാപ്പ് നമ്പർ വേണമെങ്കിൽ അത് ഞാൻ ഇതിനകത്ത് തരാം. വാട്സപ്പിൽ നമുക്കൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ചെറിയ കച്ചവടമുണ്ട്. അതുപോലെ ആവശ്യമുള്ള ടിക്കറ്റ് ഫോട്ടോ ഇട്ട് കൊടുക്കും, അവർ ഗ്രൂപ്പ് ചെയ്ത് തരും. പ്രൈസ് അടിച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ഇട്ടു, പ്രൈസ് അടിച്ചെങ്കിലേ ഉള്ളത് എന്നൊക്കെ പറയാം. നമ്മുടെ സർക്കാരായതുകൊണ്ടോ കിട്ടിയില്ല ആ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം എല്ലാം പറഞ്ഞ പോലെ ഇതിപ്പം നല്ലപോലെ ലോങ് വീഡിയോ ആയി. അപ്പോൾ ഇത് തന്നെ കമൻ്റ് ഇടുക, ഒരാൾ വിജയി, ഒരാളെ ശ്രദ്ധിക്കും, ആവശ്യത്തിന് കമൻ്റ് ഇടുക. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മുതൽ അടുത്ത തിങ്കളാഴ്ച വൈകിട്ട്, ഇപ്പം ഇന്ന് ഇതായില്ലേ, ഇപ്പം അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ വെയിറ്റാണ് എൻ്റെ ഞാൻ കാണുന്നുണ്ട് ദൈവമേ. അടുത്ത തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ 26-ാം തീയതി വൈകിട്ട് 7 മണിയാകുമ്പോൾ 26-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മൾ വിജയം പ്രഖ്യാപിക്കും. വിജയം നമ്മൾ ഒരു ലൈവായിട്ടോ ഒരു വീഡിയോ എടുത്ത് നമ്മൾ കമൻറ്റ് പിക്കർ വഴി കമൻറ്റ് ചെയ്ത് നമ്മളൊരു വിജയം. അതിപ്പം 5-6 പേരെ കമൻറ്റ് ചെയ്തിട്ടുള്ളവരും എത്ര പേര് കമൻറ്റ് ചെയ്താലും നമ്മൾ വിജയെ തിരഞ്ഞെടുക്കും. അവത്തിൽ നിന്നൊരു വിജയം നമ്മൾ എന്തായാലും തിരഞ്ഞെടുക്കും. അവർക്ക് അതിനുള്ള സമ്മാനം കൊടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ ചെയ്താലേ ഉള്ളൂ അടുത്ത വീഡിയോയ്ക്ക് ഇതേ റെസ്പോൺസ് വരുത്തുള്ളൂ. ആഴ്ചയിൽ ഇത് ഇന്ന് മാത്രമല്ല, എല്ലാ ആഴ്ചയും ഉണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും ഞങ്ങളൊരു വീഡിയോ ഇടും, എന്തെങ്കിലും ഒരു വീഡിയോ ഇടും. അത് ഗീവ് അവേ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടൈറ്റിലിട്ട് ഗീവ് അവേ വീഡിയോ എന്നും പറഞ്ഞിടും. ആ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ഇടുന്ന അല്ലാതെ നമ്മുടെ വേറെ വീഡിയോകൾക്കൊന്നുമില്ല. ഗീവ് അവേ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇടും. ആ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഇപ്പം ഈ വീഡിയോ ഗീവ് അവേ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ വിത്ത് കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച 7 മണിയാകുമ്പോൾ വിജയെ പ്രഖ്യാപിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്.